ഒരു മാസം പോലും നിൽക്കാത്ത ആദ്യ വിവാഹം. മിണ്ടാതിരുന്നത് സുധിച്ചേട്ടൻ പറഞ്ഞതിനാൽ. ആദ്യ വിവാഹത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു സംസാരിച്ച് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി. സുധി പറഞ്ഞിരുന്നത് കൊണ്ടാണ് അതേക്കുറിച്ച് ഇതുവരെ എവിടെയും സംസാരിക്കാതിരുന്നതെന്നും ആളുകൾ പറയുന്നത് പോലെ അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നില്ലെന്നും രേണു പറഞ്ഞു. ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു താരം. എനിക്ക് മുമ്പൊരു ജീവിതമുണ്ടായിരുന്നു. അത് സുധിച്ചേട്ടനും അറിയാം. സുധിച്ചേട്ടൻ്റെ വാക്കുമാനിച്ചാണ് ഞാൻ അക്കാര്യം പറയാതിരുന്നത്. പഴയ ജീവിതം ചകഞ്ഞു പോകേണ്ടതില്ല. ഈ പ്രതിപാദിച്ച ആൾക്ക് പോലും താല്പര്യമില്ല. അയാൾക്ക് ഇന്നൊരു കുടുംബമുണ്ട്. ബിനു എന്നാണ് അയാളുടെ പേര്. സ്റ്റാർ മാജിക്കിൽ ഞാൻ അതേക്കുറിച്ച് പറയാൻ വന്നതാണ്. പക്ഷേ സുധിച്ചേട്ടനാണ് പറയണ്ട എന്ന് പറഞ്ഞത്. സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും അറിയാവുന്നതാണ്. രേണു പറയുന്നു. പെന്തക്കോസ്ത രീതിയിലായിരുന്നു വിവാഹം. അതിനാലാണ് ആളുകൾ പാസ്റ്റർ എന്ന് കമൻ്റ് ഇടുന്നത്. പക്ഷേ ആള് പാസ്റ്ററല്ല. പെന്തക്കോസ്ത രീതിയിലായതിനാൽ താലി കെട്ടില്ല. അതിനാലാണ് എന്നെ ആദ്യമായി താലി കെട്ടിയത് സുധിച്ചേട്ടനാണെന്ന് പറഞ്ഞത്. ഞാനൊരു കള്ളത്തരവും പറഞ്ഞിട്ടില്ലെന്നും രേണു പറയുന്നു. കല്യാണം കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണമല്ലോ. 1 മാസവും 2 മാസവും കഴിഞ്ഞാകും പൊതുവെ രജിസ്റ്റർ ചെയ്യുക. ഇത് 1 മാസമൊന്നും നിന്നില്ല. പിന്നെ എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നത്? അത് കഴിഞ്ഞ കാര്യമാണ്. എനിക്കും അയാൾക്ക് ഒരു ബന്ധവുമില്ല. ആരോപണങ്ങൾ വന്നതിനാലാണ് അതേക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ വാക്കിനെ മാനിച്ച് ഇതുവരെ പറഞ്ഞിരുന്നില്ല, രേണു പറയുന്നു. പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റുമില്ല. ചില ബ്ലോഗർമാർ അദ്ദേഹത്തെ തേടിപ്പോയിരുന്നു. രേണു സുധിയുടെ ഭാര്യയാണ്. ഞാനെന്ത് പറയാനാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളുമെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണെന്നും രേണു ആവർത്തിക്കുന്നു.